മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ആലപ്പുഴ KSRTC സീറോ വേസ്റ്റ് ജനകീയ ക്യാമ്പയിന് തുടക്കമാവും. ടൂറിസം രംഗത്ത് ശ്രദ്ധാകേന്ദ്രമായി മാറിയ ആലപ്പുഴ മാലിന്യമുക്തമാക്കുന്നതിനായി ജനങ്ങളുടെ മനോഭാവത്തിലും ശീലങ്ങളിലും മാറ്റം വരുത്തി സൃഷ്ടിക്കപ്പെടുന്നതും നിക്ഷേപിക്കപ്പെടുന്നതുമായ മാലിന്യങ്ങൾ നീക്കം ചെയ്തും മാലിന്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാനുള്ള അന്തരീക്ഷം സൃഷ്ടിച്ചും KSRTC മാതൃകയാവുകയാണ്. ബസ് സ്റ്റാൻഡ് മാലിന്യമുക്തമാക്കുക, ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കുക എന്നിവ ഉൾപ്പെടെ 4 ഘട്ടങ്ങളിലായാണ് ക്യാമ്പയിൻ. ഇതിന്റെ ഭാഗമായി ഒക്ടോബർ 2-ന് മെഗാ ക്ലീനിംഗ് നടത്തും. ഉറവിട മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി വിവരവിജ്ഞാന കേന്ദ്രം ബസ്സുകളിൽ ബിന്നുകൾ സ്ഥാപിക്കലും ബോധവൽക്കരണ യാത്രയും നടത്തുക, വിജിലൻസ് സ്ക്വാഡ് എന്നിവയും നടപ്പിലാക്കും. സലാം MLA പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KJ രാജേശ്വരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പബ്ലിക് തന്നെ നിഷേധിക്കപ്പെടുന്ന മാലിന്യം, പക്ഷേ ആ മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കാൻ കഴിയുന്ന സംവിധാനമോ അതിൻ്റെ മാൻപവറോ അതിൻ്റെ മനോഭാവമോ ഇല്ലാതെ പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ പ്രത്യേകമായി ചർച്ച ചെയ്തതായിട്ട് വരുന്നത്. നവകേരളം കർമ്മപദ്ധതിയുടെ ഭാഗമായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് കേരളത്തെ മാലിന്യമുക്തമാക്കുക എന്നുള്ളത്. അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചില ഇൻസിഡന്റ് വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഗൗരവമായി കാണുന്നത്. പലപ്പോഴും അങ്ങനെയാണ്. ഇപ്പൊ എറണാകുളത്തെ മാലിന്യ പ്രശ്നം കേരളത്തിലെ വലിയ മാലിന്യ പ്രശ്നമായിട്ട് വന്നത് മറ്റേ സ്ഥലത്ത് കുന്നുകൂട്ടിയിട്ട ബ്രഹ്മപുരം അതാണ്. അപ്പോൾ ഒരു മീഡിയ അറ്റൻഷൻ വരും, അതിൻ്റെ വാർത്ത വിശകലനം, ദിവസങ്ങൾ ചർച്ച, ഇതിലിങ്ങനെ ഇറങ്ങിയിട്ട് പരിശോധിക്കും. ഇപ്പൊ ഗവൺമെന്റ് തന്നെ ഒരു വലിയ ഒരു ഡ്രൈവ് പോലെ തന്നെ നടത്തി അവിടുത്തെ കോർപ്പറേഷനെ കൂടി മുൻനിർത്തി ഇപ്പം വളരെ പോസിറ്റീവായി അവിടെ മാറി. ഏതെങ്കിലും മീഡിയ ആ പോസിറ്റീവായ വശത്തെ മുൻനിർത്തി വെച്ചുകൊണ്ട് അപ്പൊ നമ്മളൊരു സമൂഹത്തിൽ ഗുണകരമായൊരു മോഡൽ സൃഷ്ടിക്കപ്പെട്ടാൽ അതൊരു സമൂഹത്തിന്റെ മനസ്സിലേക്ക് എത്തിച്ചുകൊണ്ട് അതിലേക്ക് എത്താൻ മനുഷ്യനെ പ്രാപ്തമാക്കുക എന്ന ഒരു നിലയിൽ നമ്മുടെ സമൂഹത്തിലെ മീഡിയ മാനേജ്മെന്റ് എന്ന് പറയുന്നത് അതില്ല. തിരിച്ചാണ് നെഗറ്റീവ്സ് മാത്രമേ.